കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രേരണയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, അതുപോലെ തന്നെ ഇതിനെ ലീഡർഷിപ്പ് നൽകുന്ന കർത്താവിന്റെ ദാസനും മറ്റുള്ള എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശ്വാസത്താലുള്ള നടപ്പ്, വാക്ക് ബൈ ഫെയ്ത്ത്. അതിനകത്തിൽ എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ വീണു. അത് വളരെ ആഴമായ വിഷയമായിരുന്നു. നമ്മുടെ ജീവിതത്തില് നമുക്ക് ചുറ്റും നിൽക്കുന്ന മതില് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അവർക്ക് ഭൗതികമായി കാണാൻ സാധിക്കും. നമ്മുടെ ശത്രുക്കളെ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും പലപ്പോഴും നമ്മുടെ ജഡരക്തങ്ങളാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ ശത്രു എന്ന്. അവരാരും അല്ല നമ്മുടെ ശത്രുക്കൾ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ പ്രഭുക്കന്മാരോടൊക്കെ ആണെന്നൊക്കെ പറയാനും പ്രസംഗിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ അത് അതിനോട് എങ്ങനെയാണ് പൊരുതി നിൽക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം. അത് പ്രസംഗിക്കും നല്ല രീതിയിൽ എല്ലാവരും. നിങ്ങളുടെ കിട്ടിയാലും നിങ്ങൾക്കും പ്രസംഗിക്കാൻ അറിയാം, എല്ലാവർക്കും പ്രസംഗിക്കാൻ അറിയാം. പക്ഷെ എന്നുണ്ടെങ്കിൽ ഹൗ ടു യൂസ് ഇറ്റ്, ദാറ്റ് ഈസ് ദ മേജർ പാർട്ട്. ഒന്ന് വായിച്ചാട്ട് എഫേസ്യ ലേഖനം 6 അധ്യായം 12 വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അടുത്ത വാക്യോടെ, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും. മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ വരും. വരാതിരിക്കുന്ന ഒരു മനുഷ്യരും കാണത്തില്ല. എന്നാൽ അവരെല്ലാം ദൈവത്തോട് അടുത്ത് വരാൻ ആഗ്രഹിക്കുമ്പം എങ്ങനെയെങ്കിലും കർത്താവ് ചെയ്തു തരട്ടെ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അതിനാണ് പഴയ നിയമം, പുതിയ നിയമം, ഇത് രണ്ടും നമ്മൾ ഒരുപോലെ പഠിച്ചു മാറ്റി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. പഴയ നിയമത്തിൽ അത് ഭൗതികമായിട്ടുള്ള നിലവാരമായിരുന്നു. എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ശത്രുവും കാണാൻ പറ്റുന്ന എതിരാളികളും കാണാൻ പറ്റുന്ന ജനത്തോടുമായിരുന്നു യുദ്ധം ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇൻവിസിബിൾ വേൾഡിലാണ് നമ്മുടെ വിഷയമെന്ന് കർത്താവ് പഠിപ്പിച്ചു. അപ്പോൾ ആ ഇൻവിസിബിൾ വേൾഡിലുള്ള ഈ പ്രശ്നത്തോട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഴയ നിയമത്തിലെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ നിങ്ങളോട് എങ്ങനെയാണ് അവർ യെരിഹോ പട്ടണം മതിൽ വീഴുന്നതിന് വേണ്ടി അവര് കർത്താവിന്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 31 വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വായിച്ചാട്ട്. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. ഇത് നമ്മൾ ചിന്തിക്കുന്നുടനെ ആത്മാർത്ഥമായിട്ട് നമ്മള് ഭൗതികം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പണത്തിന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. നമുക്ക് വിസിബിൾ വേൾഡും ഇൻവിസിബിളും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോണം. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നവും അത് നമുക്ക് റിയലൈസ് ചെയ്യാനോ അതിനോട് എങ്ങനെയാണ് എതിർത്ത് നിൽക്കേണ്ടതെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. യോശുവയുടെ പുസ്തകം 2 അധ്യായത്തിലേക്ക് വന്നാട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ്
നമ്മുടെ ജീവിതം സുഗമമായിട്ട് പോകാൻ കഴിയുന്നത്. വായിച്ചാണ് അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം വായിച്ചാണ്. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് സിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീനെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. യെരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു, എന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട്, അവർ എന്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിയുന്നില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവീൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ ഈ സ്റ്റോറി വായിക്കുന്നുണ്ട്. ഇവര് നടന്ന സംഭവം അല്ലെന്നുണ്ടെങ്കിൽ യെരിഹോ രാജാവ് അവിടെ അടുക്കൽ ചെന്ന വിഷയത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ നടന്ന കാര്യമാണ് ആദ്യം അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവര് സംസാരിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അപ്പൊ അവര് കനാൻ ദേശം നോക്കുന്നതിന് വേണ്ടി വന്നു. യെരിഹോ ആണ് അവരുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വിഷയം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ്. അപ്പൊ ആ പട്ടണത്തിനകത്തൊന്നും അപ്പൊ അവരെന്ത് ചെയ്തിരിക്കുകയാണ്? യോർദാൻ അക്കരെയാണ് നിൽക്കുന്നത്, യോർദാൻ ഇക്കരെ വന്നിട്ടില്ല. യോർദാൻ ഇക്കരെ വരാൻ പിടക്കുന്നതേ ഉള്ളൂ. അതിന് മുമ്പേ ആളെ അയച്ചു. നേരത്തെ മോശയുടെ സമയത്ത് 12 പേരെ അയച്ചതാണ്. ഇപ്പൊ 12 പേരെ ഒന്നും അയക്കുന്നില്ല, 2 പേരെ മാത്രമേ അയക്കുന്നുള്ളൂ. ഈ 2 പേര് പോയിട്ട് നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നു, യെരിഹോവിന്റെ അവിടെ വന്നു. അപ്പോഴാണ് ഈ സ്ത്രീയുടെ വീട്ടിൽ വന്നു കയറി. അപ്പൊ അവരെ പുറത്തു തരാനായിട്ട് അവരോട് രാജാവ് പറഞ്ഞപ്പം അവരെ എന്ത് ചെയ്യുന്നു? ഒളിപ്പിക്കുന്നു. ഈ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും എല്ലാം ലോകക്കാരോടോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം പറയാൻ പറ്റത്തില്ല. ഈ ആത്മീയ വിഷയത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ സീക്രട്ടായിട്ട് സൂക്ഷിക്കണം. അപ്പൊ ഇവളെന്ത് ചെയ്തു? അവരെ സീക്രട്ടായിട്ട് സൂക്ഷിച്ചു. എന്നിട്ട് അതിനകത്തിലോട്ട് വലിയ അടവാണ് അവൾ പറഞ്ഞത്, അല്ലെന്നുണ്ടെങ്കിൽ കള്ളമാണ് പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരെ ഒളിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവനെ പരിപാലിക്കുന്നതിന് വേണ്ടി. കാരണം ഇവിടെ ജീവൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവരെ രക്ഷിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ജീവൻ കിട്ടത്തുള്ളൂ. കാരണം അതിന്റെ താഴോട്ട് വായിക്കുന്നുണ്ട്, നമുക്കറിയാൻ സാധിക്കും. അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ അവർ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ആ ആളുകൾ യോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവരെ തിരിഞ്ഞു ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു. എന്നാൽ അവർ കിടപ്പാൻ പോകും മുൻപേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെ ഉള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകി പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീത സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു.
ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്തത് കൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അപ്പം എന്തുകൊണ്ടായിരുന്നു അവൾ കള്ളം പറഞ്ഞത്? അവൾ കള്ളമല്ലയോ പറഞ്ഞെന്ന് നമുക്ക് തോന്നും. എന്തിനായിരുന്നു കള്ളം പറഞ്ഞത്? അവിടെയും അവിടെ കുടുംബത്തിൽ രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ ഒളിപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്തായിരുന്നു ഇവള് പറഞ്ഞ സാക്ഷി? നിങ്ങൾ കേൾക്കണം. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളെ ഉള്ള പ്രീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഇനി നോക്കി, അതിനകത്തിലുള്ള ആ പട്ടണത്തിൽ മുഴുവനും ആ രാജ്യത്തുള്ള ആ ദേശത്തുള്ള ജനത്തിന് മുഴുവനും അറിയാം ഇവര് ഈ ദേശം കൈവശമാക്കാൻ വേണ്ടി വന്നവരാണെന്ന്. ഇവിടുന്ന് ഇവർ രക്ഷപ്പെടത്തില്ല എന്നുള്ള കാര്യവും ഇവർക്ക് നല്ലതുപോലെ അറിയാം. അപ്പൊ സന്ധി ചെയ്യുന്നതല്ലായിരുന്നു നല്ലത്. പക്ഷെ അവരാരും സന്ധി ചെയ്യാൻ തയ്യാറായില്ല. എന്നിട്ട് ഈ സ്ത്രീ മാത്രം സന്ധിക്ക് തയ്യാറായി. ആരോട്? ഈ ജനത്തോടും അവരുടെ ദൈവത്തോടും സന്ധി ചെയ്യാൻ തയ്യാറായി. സകല മനുഷ്യരും നശിച്ചു പോകുന്നതിനിടയ്ക്ക് ഞാൻ നശിക്കാൻ പാടില്ല എന്ന് ആ സ്ത്രീ തീരുമാനമെടുത്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. ലോകം ഏതുവഴി പോയെന്ന് പറഞ്ഞാലും നമ്മുടെ എല്ലാം മുന്നൽ ദൈവം ആദം അവയോട് പറഞ്ഞത്, നിങ്ങൾ ഈ പഴം തിന്നുന്ന നാളെ എന്ത് ചെയ്യും? നിങ്ങൾ മരിക്കും. മരിക്കുമെന്ന് പറഞ്ഞത് അവര് ശാരീരികമായി മരിച്ചോ? ഇല്ല. മരണം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ ഒരു ആത്മീയ മരണമാണ് നഷ്ടപ്പെട്ടത്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടാ. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പം ഇവർക്ക് നഷ്ടപ്പെട്ടത് എന്തുവായിരുന്നു? ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഇനി 5-ാം അധ്യായം എടുത്താണ്ട് അതിന്റെ 17-ാമത്തെ വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പൊ ഏകന്റെ ലംഘനം എന്ന് പറയുന്ന ആരായിരുന്നു? ആദാം. ഓക്കെ. ആ ആദാം മുഖാന്തരം മരണം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സംസർഗം അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ലോകത്തിൽ എല്ലാ മതങ്ങളും വന്നത്. അങ്ങനെയാണ് ക്രിസ്തീയ മതവും വന്നിരിക്കുന്നത്. അത് യേശു സ്ഥാപിച്ചതല്ല ക്രിസ്തീയ മതം. ഹലോ, ഇത് കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്താ ഈ പറയുന്നതെന്ന്. യേശു സ്ഥാപിച്ചത് ദൈവരാജ്യമാണ്. എന്താണ് സ്ഥാപിച്ചത്? ദൈവരാജ്യം. യേശു സ്ഥാപിച്ചതല്ല ക്രിസ്തീയ മതം, ക്രിസ്തു മതം. അത് അവര് പേരിട്ടതാണ്. അടുത്ത വാക്യം വായിച്ചാട്ട്. ഏകൻ ലംഘനത്താൽ, അങ്ങനെ ഏക ലംഘനത്താൽ. അടുത്ത വാക്യം. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പം ഏകൻ ലംഘനം ചെയ്തതുകൊണ്ട് സകല മനുഷ്യർക്കും എന്ത് വന്നു? ശിക്ഷാവിധി വന്നു. അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത്. ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അതുകൊണ്ട് അങ്ങനെയാണ് നീതീകരണം കിട്ടുന്നത്. ഇനിയും ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ അടുത്ത വാക്യമാണ്. മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും.
അപ്പൊ നമ്മൾ ഈ നീതിയിലേക്ക് നമ്മൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാപികളാകുന്നു. പാപികൾ മാത്രമല്ല, അതിന്റെ അനന്തരഫലം മരണമാണ്. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏക മാർഗം ഒന്നേ ഉള്ളൂ, കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ ചിന്തിക്കണം. ഇവൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ രാഹാബ് എന്ന വേശ്യ എന്താണ് ചെയ്തത്? ഇനിയും യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് 9-10 വാക്യം വായിച്ചാട്ട് ഒന്നുകൂടെ. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമ്മൂലമാക്കിയ സീഹോൻ ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. അപ്പം ഇവൾ പറയുന്നത് എന്താണ്? ദൈവം അവർക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ഇവള് മാത്രമേ കേട്ടുള്ളൂ, അതോ അവരുടെ കൂട്ടത്തിലുള്ളത് എല്ലാരും കേട്ടോ? എല്ലാരും കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും കേട്ടിട്ട് അവര് ഈ ജനവുമായിട്ടും ദൈവവുമായിട്ടും സന്ധിക്ക് വന്നോ? ഇല്ല. ആ രാജാവ് പറഞ്ഞു, ഇപ്പം ഒറ്റുകാരാണ്, അവരെ കൊല്ലാൻ വേണ്ടി പിടിക്കാൻ നടക്കാണ്. ഇനി അടുത്ത വാക്യം നിങ്ങൾ കേട്ടോണം. അവൾ പറയുന്ന വാക്കുകള് നിങ്ങൾ ശ്രദ്ധിക്കുക. വായിച്ചാട്ടെ. ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആകയാൽ ഒന്നുകൂടെ വായിക്കും. 11-ാമത്തെ. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. അപ്പം ഇവള് വിശ്വസിച്ചു, ദൈവത്തെ വിശ്വസിച്ചത് മാത്രമല്ല, വാ കൊണ്ട് അവൾ എന്ത് ചെയ്തു? പറഞ്ഞു, ഏറ്റു പറഞ്ഞു. ആരെ ഏറ്റു പറഞ്ഞു? ദൈവത്തെ പറഞ്ഞു. അത് കാരണം അവള് രക്ഷ പ്രാപിച്ചു. അവള് രക്ഷ പ്രാപിക്കാനുള്ള കാരണം എന്തുവായിരുന്നു? അവൾ ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ ഹൃദയത്തിൽ വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. ഇതാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരൊറ്റ വഴിയെ കർത്താവ് വെച്ചിട്ടുള്ളൂ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആര് വായിച്ചെന്ന് പറഞ്ഞാലും സിമ്പിളായിട്ട് വായിക്കാനുള്ളതുള്ളൂ. ഒരു വ്യാഖ്യാനവും വേണ്ട. അനേകം വ്യാഖ്യാനിക്കുന്ന കാരണമാണ് നമുക്ക് വചനം മനസ്സിലാകാതെ പോകുന്നത്. ശ്രദ്ധിച്ചു. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചനയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ആരാണ് പറയുന്നത്? ആരെ കുറിച്ചാണ് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് ആരായിരുന്നു? പരീശനായിരുന്നു. അപ്പൊ പൗലോസ് ആരെ കുറിച്ചാണ് പറയുന്നത്? യഹൂദന്മാരെ കുറിച്ച് തന്നെയാ പറയുന്നത്, സഹോദരന്മാരെ കുറിച്ച് തന്നെ പറയുന്നത്. എന്നിട്ട് പറയാണ്, അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ആര്? സ്വന്തം സഹോദരങ്ങള് പരിജ്ഞാനപ്രകാരമല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് അവരെങ്ങനെയുള്ളവരാ? എരിവുള്ളവരാ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അദ്ദേഹവും അങ്ങനെ എരിവുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്രിസ്തീയ ഈ കർത്താവിന്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കൊല്ലാനായിട്ട് ഓടി നടന്ന് പലരെയും കൊല്ലുകയും ചെയ്യുന്നത്. ഇന്നും എന്തുകൊണ്ടാണ് ദൈവമക്കളോട് മറ്റുള്ളവർക്കെല്ലാം പ്രയാസം? അവരെ കൊല്ലാനാണ് നടക്കുന്നത്. അല്ലാതെ നിങ്ങൾ യാക്കോബക്കാരായോണ്ടോ മർത്തോമക്കാരായോണ്ടോ കത്തോലിക്കനായോണ്ടോ ആർക്കും ഒരു പ്രശ്നവുമില്ല. ആർക്കെങ്കിലും പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്ര യാക്കോബക്കാരെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ അവര്? ഹലോ,
ഞാൻ ചോദിച്ചത് കേട്ടില്ലയോ? കേട്ടു. ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്? ഉണ്ടോ? കേട്ടോ ആരെങ്കിലും? അതെന്താ ഉപദ്രവിക്കാത്ത? അവര് മതത്തിലാണ് നിൽക്കുന്നത്. അവരെ അതേപോലുള്ളവരെ കുറിച്ച് പറയുന്നത് പരിജ്ഞാനപ്രകാരം, അല്ലെങ്കിൽ അവർ ദൈവത്തെ കുറിച്ച് എങ്ങനെയുള്ളവരാ? എരിവുള്ളവരാ. ഞാനും എരിവുള്ളവനായിരുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുന്നതിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് എന്ത് ചെയ്യുന്നില്ല, കീഴ്പ്പെട്ടില്ല. അത്രേ ഉള്ളൂ. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിക്കാൻ ക്രിസ്തു എന്താണ്? ന്യായപ്രമാണത്തിന്റെ അവസാനം. ഇനി നിങ്ങളൊന്ന് എന്ത് ചെയ്യും? ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. യേശു പുരോഹിതനായിരുന്നോ? മഹാപുരോഹിതനോ വല്ലതും ആയിരുന്നോ? യേശുവിന്റെ ശിഷ്യന്മാരോ അങ്ങനെ പറഞ്ഞോ നിങ്ങളെല്ലാം പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ആകാൻ പറ്റും പറഞ്ഞോ? ഇല്ല. ഇല്ല. അവരാരെങ്കിലും ആയിരുന്നോ മഹാപുരോഹിതന്മാര്? പത്രോസ് ആയിരുന്നോ? അല്ല, ആരും ആയിരുന്നില്ല. പിന്നെ എവിടുന്ന ഈ മഹാപുരോഹിതനും പുരോഹിതനും ഇതൊക്കെ വന്നേക്കുന്നത്? അതെല്ലാം വന്നത് കുസ്തന്തീനോസിന്റെ കാലത്താണ്. 3.5 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ വന്നത്. ആരാ ഇപ്പൊ കൊണ്ടുവന്നത്? ദൈവമാണോ? അല്ല, കുസ്തന്തീനോസ്. അപ്പം ഇത് ക്രിസ്ത്യാനിറ്റി ആയി മാറി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മതമായിട്ട് അദ്ദേഹം രൂപവൽക്കരിച്ചു, സാർവത്രികമാക്കി. അത് കാരണം എന്ത് ചെയ്യുന്നു? ബൈബിള് വ്യാഖ്യാനിക്കാനായിട്ട് തുടങ്ങി. കർത്താവിന്റെ വചനത്തെ ഉള്ളതുപോലെ കർത്താവ് പറഞ്ഞത് പഠിപ്പിച്ചത് അതുപോലെ തന്നെ പഠിച്ച് അത് ഉപയോഗിക്കാനുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കത് പ്രയോജനമായിട്ട് മാറുന്നത്. ഇവൾ എന്ത് ചെയ്തു? ഇവള് കേട്ടു. ആരെ കുറിച്ച്? ദൈവത്തെ കുറിച്ച്. അത് കേട്ടത് അവൾ വിളിച്ചു പറയുന്നു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുങ്ങിപ്പോയി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആരെ കുറിച്ച് ഏറ്റു പറഞ്ഞു? ദൈവത്തെ കുറിച്ച് ഏറ്റു പറഞ്ഞു. ഇപ്പൊ വായിച്ച വേദഭാഗം അതിന്റെ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യം വായിച്ചാണ്. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സണ്ണി പാസ്റ്റർ. ഈ സണ്ണി പാസ്റ്റർ എന്റെ ഭവനത്തിൽ വന്നു 1996 സെപ്റ്റംബറിലെങ്ങാണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, മോനിക്ക് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ ചോദിച്ചു അതെന്തുവാ? അതാണ് എനിക്ക് അറിയേണ്ടത്. അതറിയാൻ വേണ്ടി ഞാൻ ബൈബിൾ 7 പ്രാവശ്യം വായിച്ചതാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിന് ഞാൻ ഇപ്പൊ എന്താ ചെയ്യണം? ഇപ്പൊ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നാ മുട്ടുകുത്താൻ പറഞ്ഞു. ഞാനും മുട്ടുകുത്തി, പുള്ളി മുട്ടുകുത്തി. എന്നോട് ഈ വചനം ഏറ്റു പറഞ്ഞു. ഞാൻ അത് ഏറ്റു പറഞ്ഞു. എന്നിട്ട് തല കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. അദ്ദേഹം പോയി ചെയ്തു. 5 മിനിറ്റ് നേരം എടുത്തുള്ളൂ. എന്നോട് സുവിശേഷം പറയാൻ 5 മിനിറ്റ് എടുത്തുള്ളൂ. ചോദിച്ചു നോക്കിയാൽ പുള്ളിക്ക് അറിയാം. നിങ്ങളോട് പറഞ്ഞു തരും. വളരെ സിമ്പിളായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് എനിക്കിതൊന്നും മനസ്സിലായില്ല എന്ത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന്. എനിക്കെന്ത് ചെയ്തില്ല? മനസ്സിലായില്ല. അദ്ദേഹത്തിന് മനസ്സിലായി എന്ത് സംഭവിച്ചു എന്ന്. ഇപ്പോ രാഹാബിന് മനസ്സിലായോ എന്ത് സംഭവിച്ചെന്ന്? ഒന്നും മനസ്സിലായില്ല. രാഹാബ് അവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ. ആത്മാവിന്റെ രക്ഷ അതിനകത്തിലുണ്ടെന്നുള്ള വിവരം ആർക്കറിയത്തില്ലായിരുന്നു. രാഹാബിന് അറിയത്തില്ലായിരുന്നു.
എനിക്കും അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നത്. ഇനി നോക്കണം, ആ 2-ാം അധ്യായത്തിന്റെ ബാക്കി ചില വാക്യങ്ങളിലൊന്ന് വായിച്ചാൽ. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അപ്പം ഇവള് എന്ത് ഡിമാൻഡാണ് വെച്ചത്? ജീവനെ രക്ഷിക്കുന്നതിനൊരടയാള എന്ത് ഡിമാൻഡാ വെച്ചത്? നിങ്ങൾക്ക് വായിക്കുന്നതല്ല ശ്രദ്ധിക്കുന്നത്, വേറെ എവിടെയോ പോകുന്നത്. എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും എന്റെ സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. എന്ത് ഡിമാൻഡാ വെച്ചത്? ഞാൻ നിങ്ങളെ രക്ഷിച്ചു, ഞാൻ നിങ്ങളുടെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവമെന്നും പറഞ്ഞു, അല്ലാതെ വേറെ ഒരു ദൈവവുമില്ല എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? എന്റെ കുടുംബത്തെ മുഴുവൻ എന്ത് ചെയ്യണം? രക്ഷിക്കണം. അപ്പം ഒരാൾ രക്ഷയിലേക്ക് വന്നാൽ ആ കുടുംബം മുഴുവനും രക്ഷയിലേക്ക് വരുമോ? വന്നിരിക്കണം. പക്ഷെ എന്താണ് വരാത്തത്? അതാണ് നമ്മൾ അറിയാത്തത്. ഇതിന്റെ രഹസ്യമാണ് നമ്മൾ അറിയേണ്ടത്. ഇത് പലപ്പോഴും മനുഷ്യർക്ക് മനസ്സിലാകാത്ത വലിയൊരു മിസ്റ്ററിയാണ്. അത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാലും ആ മിക്കവാറും ഒരു 99% ആൾക്കാരുടെ തലയിലോട്ട് കേറുന്നില്ല. കേറാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നത് മുഴുവൻ മതമാണ്. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കണം, ദൈവത്തോട് പറയാൻ പഠിക്കണം. ഞാനിവിടെ അത് നിർത്തുകയാണ്. ഇനി നോക്കിയാൽ യാക്കോബിന്റെ ലേഖനം എടുത്താൽ 2-ാം അധ്യായം അതിലെ 25-26 വാക്യം വായിച്ചു. അവണ്ണം രാഹാബ് എന്ന വേശ്യയുടെ ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. അപ്പോ വിശ്വസിക്കുന്നു എന്നുള്ളതിന് തെളിവ് എന്താണ്? പ്രവൃത്തി. അവൾ പ്രവൃത്തിയോടുകൂടെ വിശ്വസിച്ചു. അതെന്തായിരുന്നു പ്രവർത്തിച്ചത്? അതിന്റെ താഴത്തെ 2-ാമത്തെ യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിനകത്ത് 15-ാമത്തെ വാക്യം, എന്നാലേ അവൾ അവരെ കിളിവാതിലൂടെ ഒരു കയറ് കെട്ടി ഇറക്കി അവളുടെ വീട് കോട്ടമതിലിന്മേലായിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. അവൾ അവരോട്, തിരിഞ്ഞു പോയവർ ഞങ്ങൾ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി മടങ്ങി വരുവോളം 3 ദിവസം ഇവിടെ ഒളിച്ചിരിപ്പീൻ, അതിനുശേഷം നിങ്ങൾക്ക് വഴിക്ക് പോകാം എന്ന് പറഞ്ഞു. അവൾ എന്ത് ചെയ്തു എന്നുള്ളത്, ആ ലക്ഷ്യം എന്തായിരുന്നു? ഒരു ചുവപ്പ് ചരട്, ഒരു കയറ്. അതിന്റെ 18-ാമത്തെ വാക്യം, ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും. അതിന്റെ 17-18 വാക്യം വായിച്ചാണ്. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതുക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയും ഒക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. അപ്പോ ആരുടെ ജോലിയാണ് നിന്റെ അപ്പനെയും അമ്മയും എല്ലാം ഇതിനകത്തൊന്ന് സുവിശേഷം പറഞ്ഞ് നേരത്തെ കൊണ്ടുവരേണ്ട കാര്യം? നമ്മുടെ രക്ഷിക്കപ്പെട്ടവരുടെ ജോലിയാണ്. പോലെ ഇതേ മാത്രമേ മാർഗമുള്ളൂ. കൂടുതൽ ആൾക്കാരും അവരുടെ കുടുംബത്തിലുള്ളവരെ ഭയപ്പെടുന്നു. എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. അതാണ് പ്രശ്നം. അവരോട് പറയേണ്ടത്, ഈ ഭയം കൊണ്ട് കാര്യം നടക്കത്തില്ല.
ഇവിടുന്ന് മരിച്ചാൽ നേരെ പാതാളത്തിലാ പോകുന്നത്. എവിടോട്ടാ പോകുന്നത്? പാതാളത്തിലോട്ട്, അന്ധകാരത്തിലോട്ട്. അല്ലാതെ സ്വർഗസ്ഥലം കർത്താവിന്റെ സന്നിധിയിലേക്കല്ല. കർത്താവിന്റെ സന്നിധി പോകണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞത് ചെയ്യണമെന്ന് പറയേണ്ട ചുമതല ആരുടേതാ? രക്ഷിക്കപ്പെട്ട വ്യക്തിയോട്. രക്ഷിക്കപ്പെട്ടവരുടെ ജോലിയാണ്. അയ്യോ, അവരോട് പറഞ്ഞാൽ അവരെന്നെ വഴക്ക് പറയും. പേടിച്ചാൽ നടക്കത്തില്ല. എന്നോട് ഞാൻ സ്നാനപ്പെട്ടാൻ തുടങ്ങി എന്റെ ഭാഷ ചോദിച്ചു, വല്ലതും പറയുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് ആരെയും പേടിയില്ല, ഞാൻ ആരെയും പേടിക്കാറുമില്ല. മനുഷ്യ ഭയം ഒരു വലിയ കെണിയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ദൈവമക്കളെ, ഇവൾ രക്ഷപ്പെട്ടതും ഇവളുടെ കുടുംബം രക്ഷപ്പെട്ടതും ഒറ്റ വൈദ്യത്തിലായിരുന്നു. അവൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു എന്ന് വിശ്വസിച്ചു വാഗൊണ്ട് ഏറ്റു പറഞ്ഞു. അതിന്റെ കൂടെ അവൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ആ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് രാത്രി കാലം എന്നെ കേട്ട എല്ലാ ദൈവമക്കളും, നിങ്ങൾ ഇതുവരെയും കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. വിശ്വസിക്കുക, ഏറ്റുപറയുക. നിങ്ങളുടെ ഏത് വിഷയത്തിനും പരിഹാരം രക്ഷയത്രേ ഉള്ളൂ. എങ്ങനെ വിശ്വസിക്കണം? ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ടാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് ദൈവത്തിന്റെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ വചനങ്ങളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.